ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ സംസാര സാഗരത്തിൽ നട്ടം തിരിഞ്ഞ് സുഖമെന്തെന്ന് അറിയാതെ ദുഃഖമായതിനെ സുഖമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നു. അതുപോലെ ഇവിടെ നമുക്ക് തോന്നപ്പെടുന്ന സുഖത്തിന് ജ്ഞാനവാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, അജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ട് നാം സുഖമായി തോന്നുന്നത് എന്താണ്? നല്ല ചൊറി വരുമ്പോൾ മാന്തുന്ന സുഖം. അത് മാന്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരാത്ത നീറ്റലായിരിക്കും അനുഭവമാവുക. പിന്നെ നമ്മുടെ കൈകളിൽ നല്ല ചുട്ടുനേറുന്ന മുളക് തേക്കുമ്പോൾ അത് ചന്ദനം തേക്കുകയാണ് എന്ന് തോന്നും. വാസ്തവത്തിൽ അത് ചുട്ടുനീറലാണ് എന്നറിയാതെ തൽക്കാലം നാം ഭ്രമിച്ച് അത് സുഖമായി തെറ്റിദ്ധരിക്കുന്നു. ഇപ്രകാരം ഈ ലോകത്തിലെ ഓരോ സുഖങ്ങളും ദുഃഖത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഒരു ആത്മജ്ഞാനിക്ക് കാണുന്നത്. വിവേകിയായ ഒരാൾക്ക് ഇവിടെ ഏത് സുഖം കാണുന്നുവോ അവർ സുഖത്തെ കാണുന്നതിലുപരി ആ സുഖത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖത്തെ ആയിരിക്കും അവർ കാണുന്നത്. അതിനാൽ സുഖത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ദുഃഖത്തെ കാണുന്നവർ ആ സുഖത്തെ വർജിക്കുകയാണ് ചെയ്യുക. അതാണ് പായസം, നല്ല സ്വാദിഷ്ടമായ ഊണ് കഴിഞ്ഞ് സ്വാദിഷ്ടമായ പായസം വിളമ്പാനിരിക്കെ ആ പായസത്തിൽ ഒരു ചെറിയ പല്ലി ചത്ത് കിടക്കുന്നു എന്ന് ആ വിളമ്പുകാരൻ പറഞ്ഞാൽ പിന്നെ നാം ആ പായസം ആവശ്യപ്പെടുന്നു. അതുപോലെയാണ് ഈ അപാത രമണീയം സുഖമെന്ന് തോന്നുന്ന ഈ ലോകവസ്തുക്കളുടെ അന്തിമ ഫലം തീരാത്ത വ്യഥയായിരിക്കും. എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും പല്ലിചത്ത പായസം കുടിക്കാൻ നാം തയ്യാറാവുകയില്ല. വിവേകിയായ ഒരാൾ ആദ്യം ആ പല്ല് ചത്തതിനെയാണ് ശ്രമിക്കുന്നത്. അവർ അതുകൊണ്ട് അതൊന്നും തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഭീതികൾ പെരുകി താപവുമായി കാലമകന്നകലുമ്പോൾ ക്ഷീണിതരായി ക്ഷോണിയിലവശം വീണുടയുന്നുടൽ കഷ്ടം. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. പലതരത്തിലുള്ള ഭയമാണ് ഇവിടെയുള്ളത്. രോഗം വന്നാൽ ക്ഷീണിതനാകുമോ, തളർവാദം പിടിച്ച് കിടക്കുമോ, അതുപോലെ മരിക്കുമോ, എൻ്റെ ബന്ധുജനങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങനെ പോകും, ഞാൻ അധ്വാനിച്ച് നേടിവെച്ച സമ്പത്ത് ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും, ഇത്യാദി ചിന്തകളെ കൊണ്ട് ഭീതികൾ പെരുകി താപവുമായി ഭയത്തോടുകൂടി ദുഃഖത്തോടും കൂടി കാലം അകന്നകലുമ്പോൾ, കാലം ഓരോന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ക്ഷീണിതരായി ക്ഷോണിയിലവശം വീണുടയുന്നുടൽ കഷ്ടം. പിന്നീട് ക്ഷീണിതരായി നടക്കാൻ പോലും വയ്യാതെ ഈ ഭൂമിയിൽ വീണ് ഉടൽ വെടിയുന്നു. ഇതാണ് ഓരോരുത്തരുടെയും അവസ്ഥ. അതുകൊണ്ട് നാം ഈ ശരീരം ഒരു ദിവസം വീണുപോകും, ക്ഷീണിതരായി വീണുപോകും. അതിനാൽ അതിനു മുമ്പേ തന്നെ നമ്മൾ ആരാണെന്ന പരമസത്യം നാം അറിഞ്ഞിരിക്കണം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദേഹത്തെ വെറും വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ ജീർണിച്ച വസ്ത്രം അഴിച്ചെറിയുന്ന പ്രതീതി മാത്രമേ നമുക്ക് മരണത്തിൽ ഉണ്ടാവുകയുള്ളൂ. ദേഹത്തിലുള്ള അത്യധികമായ ആസക്തിയാണ് ഈ ശരീരത്തെ നിലനിൽക്കണമെന്ന മോഹം നമുക്കുണ്ടാവുന്നത്. ശരീരം ദുർഗന്ധപൂരിതവും ദുഃഖമയവുമാണ് എന്ന് മനസ്സിലാക്കി ഈ ശരീരത്തെ നമ്മുടെ ഈ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇതിന് വരുമെന്നും അത് വരുന്നതിന് മുമ്പേ ഒരിക്കലും നശിക്കാത്ത ആ പരമസത്യമാണ് താനെന്ന പരമാർത്ഥ സത്യം ബോധിക്കുമ്പോൾ നമുക്ക് കൃതാർത്ഥതയും സന്തോഷവും സംതൃപ്തിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ഭയം ഒട്ടും ഉണ്ടാവുകയില്ല. ഭീതികൾ പെരുകി താപവുമായി കാലമകന്നകലുമ്പോൾ ക്ഷീണിതരായി ക്ഷോണിയിലവശം, ക്ഷീണിതരായി ഈ ഭൂമിയിൽ അവശരായി വീണുടയുന്നുടൽ കഷ്ടം. ഈ ക്ഷോണിയിൽ വീണ് ഉടയുന്നു നമ്മുടെ ശരീരം എന്നാണ് പറയുന്നത്. ഇതെത്ര വാസ്തവമാണ്. നിരന്തരം നമ്മൾ ഈ സുഭാഷിതം ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് മനനം ചെയ്യേണ്ടതാണ്. അങ്ങനെയായാൽ നമുക്ക് തീവ്രമായ വിരക്തിയും ഈശ്വരനോട് ദൃഢമായ ഭക്തിയും ഉണ്ടാകുന്നതാണ്. ഭീതികൾ പെരുകി താപവുമായി കാലമകന്നകലുമ്പോൾ ക്ഷീണിതരായി ക്ഷോണിയിലവശം വീണുടയുന്നുടൽ കഷ്ടം.